ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് വാൽമീകി രാമായണം അയോധ്യാകാന്ഡത്തിലെ 13-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആരംഭിക്കുന്നത് ഇപ്രകാരത്തിലാണ്: അതദർഘം മഹാരാജം ശയാനമതദോചിതം യാതിമിവ പുണ്യാന്തേ ദേവലോകാൽപരിച്യുതം അനർത്ഥരൂപാ അസിദ്ധാർത്ഥാഹ്യഭീതാവയദർശിനി പുനരാകാരയാമാസ തമേവ വരമംഗനാം. പുണ്യാന്തത്തില് വിണ്ണിൽ നിന്ന് വീണ യയാതിയെപ്പോലെ അനർഹവും അനുചിതവുമായിരിക്കുന്ന നിലയിൽ രാജാവ് കിടക്കുന്നത് കണ്ടപ്പോൾ അനർത്ഥരൂപയായിരിക്കുന്ന ഭയദർശിനിയായിരിക്കുന്ന ആ അങ്കന കൈകേയി ആഗ്രഹം സഫലമാവാതെ നിർഭയായിട്ട് വീണ്ടും ആ വരങ്ങൾ തന്നെ ആവശ്യപ്പെടാനായിട്ട് ഇടയായി. യയാതി പുണ്യാന്തത്തില്, അതായത് യയാതി ദേവലോകത്ത് വെച്ചൊരിക്കൽ ദേവേന്ദ്രനെയും ദേവന്മാരെയും ഒക്കെ അപമാനിക്കാൻ ഇടയായപ്പോൾ അദ്ദേഹം ദേവലോകത്ത് നിന്ന് താഴത്തേക്ക് പതിച്ചു എന്നാണ് മഹാഭാരതത്തിൽ ഒരു പ്രസ്താവന ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ താഴത്തേക്ക് പതിച്ച യയാതിയെ പോലെ ഭൂപതി കിടക്കുന്നതായിട്ട് കണ്ടു. ഈ വരങ്ങൾ തന്നെ വീണ്ടും ആവശ്യപ്പെട്ടു. ത്വം കത്യസേയം മഹാരാജ സത്യവാദി ദൃഢവ്രത മമ ചേമം വരം കസ്മാത് വിധാരയിതുമിച്ഛസി. അങ്ങ് സത്യവാദിയും ദൃഢവ്രതനുമാണെന്നൊക്കെ പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കെന്തുകൊണ്ട് അങ്ങ് വരം തരുന്നില്ല? ഇപ്രകാരത്തിൽ കൈകേയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏവമുക്തസ്തു കൈകേയ രാജാ ദശരഥസ്തദാ പ്രത്യുവാച തതക്രുദ്ധോ മുഹൂർത്തം വിഹ്വലന്നിവ. കൈകേയി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്പനേരം പാരവശ്യമൊക്കെ പൂണ്ടിരുന്നു കൊണ്ട് തുടർന്ന് കോപാകുലനായിട്ട് രാജാവ് പറയുകയുണ്ടായി: മൃതേ മൈകതേ രാമേവനം മനുജപുങ്കവേ ഹന്താനാര്യേ മമ അമിത്രേ സകാമാസുഖിനേ ഭവ. അനാര്യയാണ്, അമിത്രയാണ്, നീ കാമം നേടി സുഖിച്ചുകൊള്ളുക. എപ്പോഴാ? ഞാൻ മരിച്ച് എൻ്റെ ആ രാമൻ വനത്തിൽ പോയതിനു ശേഷം കഷ്ടം നീ സുഖിച്ചോളൂ. സ്വർഗത്തിലും രാമന്റെ ക്ഷേമത്തെപ്പറ്റി എന്നോട് ദേവന്മാര് വാനവര് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗേപി ഖലു രാമസ്യ കുശലം ദൈവതൈരഹം പ്രത്യാദേശാദവിഹിതം ധാരയിഷ്യേ കഥം വദ. ഞാൻ അവരോട് എന്താണ് ഉത്തരം പറയുക? സ്വർഗത്തിൽ ഞാൻ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ളവര് രാമനെ പറ്റിയിട്ട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് സമാധാനമാണ് പറയുക? കൈകേയ പ്രിയകാമേന രാമ പ്രവ്രാജിതോ മയാ യദി സത്യം ബ്രവീമ്യേതൽ തത് സത്യം ഭവിഷ്യതി. രാമനെ ഞാൻ കൈകേയിക്ക് പ്രിയം ചെയ്യാനായിട്ട് കാട്ടിലേക്ക് അയച്ചു എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് അത് അസത്യമാണെന്നേ ധരിക്കുള്ളൂ. അപുത്രേണ മയാ പുത്ര ശ്രമേണ മകഥാമഹാൻ രാമോ ലപ്തോ മഹാബാഹു സകതം ത്യജ്യതേ മയാ. മക്കളില്ലാത്ത ഞാൻ ആറ്റുനോറ്റ് നേടിയ രാമനെ ഞാൻ എങ്ങനെയാണ് ത്യജിക്കുക? ആ രാമനെ ശൂരനായിരിക്കുന്ന, കൃതവിദ്യനായിരിക്കുന്ന, ക്ഷമാശീലനായിരിക്കുന്ന, ജിതക്രോധനായിരിക്കുന്ന ആ രാമനെ ഞാൻ എങ്ങനെയാണ് ഉപേക്ഷിക്കുക? ആ രാമനെ ഞാൻ എങ്ങനെയാണ് ദണ്ഡകത്തിലേക്ക് അയക്കുക? അവിരാമമഹം രാമം പ്രേഷയിഷ്യാമി ദണ്ഡകാൻ. എങ്ങനെ ഞാൻ ദണ്ഡകത്തിലേക്ക് അയക്കും? സുഖങ്ങൾ മാത്രം ശീലിച്ചവനും ദുഃഖങ്ങൾക്ക് അനുചിതനുമായിരിക്കുന്ന ധീമാനായിരിക്കുന്ന രാമന്റെ ദുഃഖം ഞാൻ എങ്ങനെയാണ് കാണുക? യദി ദുഃഖമകൃത്വാദ്യ മമ സംക്രമണം ഭവേൽ അദുഃഖാർഹസ്യ രാമസ്യ തഥ സുഖമവാപ്നുയാം. അനർഹനായിരിക്കുന്ന രാമന് അഴലേൽപ്പിക്കാതെ ഞാൻ ഇപ്പോഴേ ചത്തുപോയെങ്കിൽ എനിക്ക് സുഖം വന്നേനെ. നൃശംസേ പാപസങ്കൽപ്പേ രാമം സത്യപരാക്രമം കിം വിപ്രിയേണ കൈകേയി പ്രിയം യോജയസേ മമ. പാപചിത്തെ കൈകേയി, എൻ്റെ പ്രിയനും സത്യപരാക്രമനുമായിരിക്കുന്ന നീ, ആ രാമന് നീ എന്തിനാണ് അപ്രിയം ചെയ്യുന്നത്? എനിക്ക് കിടയറ്റ അകീർത്തിയും ലോകനിന്ദയുമാണ് വന്നു ചേർന്നത്. അദ്ദേഹം മനം വിരണ്ട് ഇങ്ങനെ കരയുമ്പോൾ കതിരവൻ സൂര്യൻ അസ്തമിച്ചു, രാത്രിയും വന്നു ചേർന്നു. രാത്രി 3 യാമം കഴിഞ്ഞിട്ടും വിലപിക്കുന്ന ആ രാജാവില് കനിഞ്ഞില്ല. വൃദ്ധനായിരിക്കുന്ന ദശരഥൻ മഹാരാജാവ് ആ നിശ്വാസങ്ങളൊക്കെ എതിർത്തുകൊണ്ട്
ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ദുഃഖിച്ച് വിലപിച്ചു. എന്താ വിലപിച്ചത്? നിശേ നക്ഷത്രഭൂഷണേ ന പ്രഭാതം ത്വയേച്ഛാമി. രാത്രിയോട് പ്രാർത്ഥിക്കുകയാണ്, നേരം പുലരണ്ട എന്ന്. എനിക്കിഷ്ടമല്ല പുലരുന്നത്. ക്രിയതാമേ ദയാഭദ്രേ മയായം രചിതോഞ്ജലി. ഭദ്രേ, എന്നിൽ ദയുണ്ടാകണം. ഞാനിതാ നിന്നെ കൈകൂപ്പുകയാണ്. അല്ലെങ്കിൽ ദയേറ്റ് നിന്നെ എനിക്ക് കാണണ്ട, വേഗം പോയിക്കൊള്ളൂ. കൈകയെ എനിക്ക് കാണണ്ട, അവൾ എനിക്ക് വലിയ വിപത്താണ് വരുത്തിയിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് വീണ്ടും കൈകയെ കൈകൾ കൂപ്പി കനിയാനായിട്ട് കൊതിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, ഈ വൃദ്ധനില്, ഈ സച്ചരിതനില്, നിന്നില് അധീനായിരിക്കുന്നവനില്, ഈ രാജാവില് ഭദ്രേ നീ പ്രസാദിക്കണം. സ്വകാര്യമായല്ല ഞാനിത് പറയുന്നത്, നീ എന്നിൽ കനിയണം. നല്ലവളാണല്ലോ, പ്രസാദിക്കുക. അസ്താവാങ്കി, നീ നൽകിയിരിക്കുന്ന മഹാരാജ്യം എൻ്റെ രാമൻ നേടട്ടെ. നീ നൽകിയ മഹാരാജ്യം എൻ്റെ രാമൻ നേടട്ടെ. നിനക്ക് സൽകീർത്തി കൈവരും. എനിക്കും രാമനും ഭരതനും ഗുരുക്കൾക്കും ലോകത്തിനുമൊക്കെ പ്രിയമാണ് ഈ കാര്യം. അത് നീ ചെയ്യണം. വിശുദ്ധഭാവസ്യ കേതുഷ്ടഭാവ താമ്രേക്ഷണസ്യാശ്രുമുഖസ്യ രാജ്ഞാ ശ്രുത്വാ വിചിത്രം കരുണം വിലാപം ഭർത്തൃനൃശംസാന ചകാരവാക്യം. ശുദ്ധനായ രാജാവ് തുടുത്ത കണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് പലവട്ടം ഇങ്ങനെ വിലപിച്ചിട്ടും ദുഷ്ടഭാവയും ആ നൃശംസയുമായിരിക്കുന്ന കൈകേയി തൻ്റെ ഭർത്താവിൻ്റെ വാക്കിനെ കൈക്കൊണ്ടില്ല. ഒടുവില് ക്ഷിതോ വിസംയോ നിപപാത ദുഃഖിതം. രാജാവ് ആ വീണ്ടും സന്താപം പൂണ്ടുകൊണ്ട് മൂർച്ഛിച്ചു, മയങ്ങി, നിലംപതിച്ചു. സമീക്ഷ്യ പുത്രസ്യ വിവാസനം പ്രതി. പുത്രന്റെ വനവാസത്തെ കുറിച്ച് ഓർത്തിട്ട് സന്താപം പൂണ്ടുകൊണ്ട് ദശരഥൻ മൂർച്ഛിച്ച് നിലംപതിക്കാനായിട്ടിടയായി. ഇതീവരാജ്ഞോ വ്യതിതസ്യ സാനിശ ജഗാമഘോരം ചസുതോ മനസ്സിന വിബോധ്യമാന പ്രതിബോധനം തഥാ നിവാരയാമാസ സ രാജസത്തമാം. ഇങ്ങനെ മനഃശക്തിയില്ലാത്ത ആ മന്നവൻ നെടുവീർപ്പിട്ടു വിഷമിക്കവേ രാത്രി കഴിഞ്ഞുപോയി. പതിവ് പോലെ പള്ളി ഉണർത്താൻ വന്നവരെ രാജാവ് വിലക്കി. ഇത് പറഞ്ഞുകൊണ്ട് ആ കൈകേയിയോടുള്ള ദശരഥന്റെ അപേക്ഷയെ പറ്റിയിട്ട് ഈ സർഗത്തിൽ വിവരിച്ചുകൊണ്ട് സർഗം അവസാനിക്കുകയാണ്. 13ാമത്തെ സർഗം. ശ്രീരാമ പാദാരവിന്ദാർപ്പണമസ്തു. എല്ലാ സജ്ജനങ്ങൾക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.